Twins News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. JEE മെയിൻ 2025 സെക്കൻഡ് സെഷൻ എക്സാം സിറ്റി അനൗൺസ്മെന്റ് വെബ്സൈറ്റിൽ ഉടൻ പ്രസിദ്ധീകരിക്കും. പരീക്ഷ ഏപ്രിൽ 2 മുതൽ. കർണാടക CET 2025 എക്സാം ഡേറ്റ് പുനഃക്രമീകരിച്ചു. കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ് ഏപ്രിൽ 15-ന്. മാത്തമാറ്റിക്സ് ബിരുദവും ബിരുദാനന്തര ബിരുദവും CMI-യിൽ. പരീക്ഷ മെയ് 24-ന്, അപേക്ഷ ഏപ്രിൽ 15 വരെ. നീറ്റ് PG 2025 ജൂൺ 15-ന് 2 ഷിഫ്റ്റുകളിലായി. ഓൺലൈൻ അപേക്ഷ ഉടൻ ആരംഭിക്കും. JEE മെയിൻ 2025 സെക്കൻഡ് സെഷൻ ഓൺലൈൻ എക്സാം ഏപ്രിൽ 2 മുതൽ 9 വരെ. ഓരോ കുട്ടിയുടെയും എക്സാം സിറ്റിയും അനുവദിച്ചിരിക്കുന്ന പരീക്ഷാ തീയതിയും jemain.nta.nic.in എന്ന വെബ്സൈറ്റിൽ ഉടൻ പ്രസിദ്ധീകരിക്കും. അതുൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. JEE മെയിൻ 2025 രണ്ടാം സെഷൻ പരീക്ഷാ തീയതികളും പ്രധാന വിവരങ്ങളും നോക്കാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി JEE മെയിൻ 2025 രണ്ടാം സെഷന്റെ പരീക്ഷാ തീയതികളും മറ്റ് പ്രധാന വിവരങ്ങളും പുറത്തുവിട്ടു. ഏപ്രിൽ 2 മുതൽ 9 വരെയാണ് ഓൺലൈൻ പരീക്ഷകൾ നടക്കുക. പരീക്ഷാ സിറ്റിയും ഓരോ കുട്ടിക്കും അനുവദിച്ചിരിക്കുന്ന പരീക്ഷാ തീയതിയും jemain.nta.nic.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും. BArch, B പ്ലാനിംഗ് എന്നീ കോഴ്സുകൾക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 9-ന് ഉച്ച കഴിഞ്ഞുള്ള ഷിഫ്റ്റിലായിരിക്കും പരീക്ഷ നടത്തുക. ജനുവരിയിൽ നടന്ന ആദ്യ സെഷനിലെയും ഏപ്രിലിലെ രണ്ടാം സെഷനിലെയും ഉയർന്ന പെർസെന്റൈൽ സ്കോറുകൾ അടിസ്ഥാനമാക്കിയുള്ള JEE മെയിൻ 2025 ഓൾ ഇന്ത്യ റാങ്ക് ഏപ്രിൽ 17-ന് പ്രസിദ്ധീകരിക്കും. മെയ് 18-ന് നടക്കുന്ന JEE അഡ്വാൻസ്ഡ് പരീക്ഷയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏപ്രിൽ 23-ന് jeeadv.ac.in എന്ന വെബ്സൈറ്റിൽ ആരംഭിക്കും. ജൂൺ 2-ന് JEE അഡ്വാൻസ്ഡ് ഫലം പ്രസിദ്ധീകരിക്കും. തുടർന്ന് ജൂൺ 3-ന് ജോസ സീറ്റ് അലോട്ട്മെന്റ് ആരംഭിക്കും. JEE മെയിൻ 2025-നെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിദ്യാർത്ഥികൾ jeemain.nta.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രധാന തീയതികൾ ഒറ്റനോട്ടത്തിൽ ഒരിക്കൽ കൂടി പറയാം. JEE മെയിൻ 2025 രണ്ടാം സെഷൻ പരീക്ഷ ഏപ്രിൽ 2 മുതൽ 9 വരെ. BArch, B പ്ലാനിംഗ് പരീക്ഷ ഏപ്രിൽ 9 ഉച്ച കഴിഞ്ഞ്. JEE മെയിൻ 2025 ഓൾ ഇന്ത്യ റാങ്ക് ഏപ്രിൽ 17. JEE അഡ്വാൻസ്ഡ് ഓൺലൈൻ അപേക്ഷ ഏപ്രിൽ 23 മുതൽ. JEE അഡ്വാൻസ്ഡ് പരീക്ഷ മെയ് 18. JEE അഡ്വാൻസ്ഡ് ഫലം ജൂൺ 2. ജോസ സീറ്റ് അലോട്ട്മെന്റ് ജൂൺ 3 മുതൽ. കൂടുതൽ വിവരങ്ങൾ അറിയാൻ സന്ദർശിക്കുക jemain.nta.nic.in. കർണാടക കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ 2025 ഏപ്രിൽ 15, 16, 17 തീയതികളിൽ. കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ് ഏപ്രിൽ 18-ൽ നിന്ന് 15-ലേക്ക് മാറ്റി. കാസർഗോഡ്, മഞ്ചേശ്വരം, ഹോസ്ദുർഗ് താലൂക്കുകളിലുള്ള കുട്ടികൾക്കുള്ള കന്നഡ പരീക്ഷ എഴുതി കർണാടകയിലെ കോളേജുകളിൽ 25% സീറ്റുകളിൽ പ്രവേശനം നേടാം. കർണാടകയിൽ മാത്രമാണ് എക്സാം സെന്റർ അനുവദിക്കുക. BSc നഴ്സിംഗിന് കർണാടകയിൽ മാനേജ്മെന്റ് കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഏപ്രിൽ 16, 17 തീയതികളിലെ എക്സാം എഴുതണം. ആ പരീക്ഷാ തീയതിക്ക് മാറ്റമില്ല. അഡ്മിറ്റ് കാർഡുകൾ ഏപ്രിൽ 1 വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി cetonline.karnataka.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. BSc ഓണേഴ്സ് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് എന്നീ വിഷയങ്ങളിലുള്ള ബിരുദ പ്രവേശനത്തിന് പ്രത്യേക പ്രവേശന പരീക്ഷ. മാത്തമാറ്റിക്സിലെയും ബന്ധപ്പെട്ട വിഷയങ്ങളിലെയും പഠനത്തിനും ഗവേഷണത്തിനും അനുയോജ്യമായ ഇന്ത്യയിലെ ഏറ്റവും മികവ് പുലർത്തുന്ന സ്ഥാപനമാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. CMI-യിൽ പ്രവേശനത്തിന് പ്രത്യേക പരീക്ഷ മെയ് 24-ന്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവയാണ് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ. ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി ഏപ്രിൽ 15. വെബ്സൈറ്റ് cmi.ac.in/admissions. 11, 12 ക്ലാസുകളിൽ പഠിക്കുമ്പോൾ വിവിധ ഒളിമ്പ്യാഡുകളിൽ വിജയികളായവർക്ക് പരീക്ഷ എഴുതാതെയും പ്രവേശനം ലഭിക്കും. 2025-26 അധ്യയന വർഷത്തിലെ മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനത്തിനായുള്ള നീറ്റ് PG ജൂൺ 15-ന് 2 ഷിഫ്റ്റുകളിലായി ഓൺലൈനായി നടക്കും. ഇതിനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ നാഷണൽ ബോർഡ് എക്സാമിനേഷൻ വെബ്സൈറ്റ് NBA-യിൽ ഉടൻ ആരംഭിക്കും. 2025 ജൂലൈ 31-നകം ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുന്നവർക്ക് പരീക്ഷ എഴുതുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കും. രാജ്യത്തെ 52,000-ഓളം പോസ്റ്റ് ഗ്രാജുവേഷൻ സീറ്റിനു വേണ്ടി 2 ലക്ഷത്തോളം MBBS ഗ്രാജുവേറ്റ്സ് ആണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. 2024-ൽ 2 ഷിഫ്റ്റുകളിലായി നടത്തിയ പരീക്ഷകൾ തമ്മിൽ ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ വലിയ വ്യത്യാസം വന്നതായി വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.